നമുക്ക് ഈ വീഡിയോയിൽ ഇന്ത്യയുടെ സ്പേസ് ലോഞ്ച് സ്റ്റേഷൻസിനെ കുറിച്ച്, അതായത് ഒരു സ്പേസ് പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആ ലൊക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് മെയിനായിട്ട് ഫിസിക്സും സേഫ്റ്റിയും അതുപോലെ തന്നെ ജോഗ്രഫിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെയാണ് പ്രൈമറി കൺസേൺസ്. അതിൽ ആദ്യത്തെ ലോഞ്ച് ഡിറക്ഷനാണ്. അതായത് സ്ലിംഗ് ഷോട്ട് എഫേർട്ട്. ഏർത്തിൻ്റെ റൊട്ടേഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, വെസ്റ്റ് നിന്ന് ഈസ്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പം ഈ ഇക്വേറ്ററിൽ സർഫസ് എപ്പോഴും ഒരു പെർട്ടിക്കുലർ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ്സ് അബൌട്ട് 1670 km/h. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എപ്പോഴും ഒരു ടിൽറ്റ് ഉണ്ടല്ലേ, ഏർത്തിന് എപ്പോഴും ഒരു ടിൽറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എപ്പോഴും ലോഞ്ചിങ് റോക്കറ്റ്സ് ഈസ്റ്റിലോട്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ റൊട്ടേഷൻ്റെ ഒരു നാച്ചുറൽ സ്പീഡ് പ്രകാരം ജെറ്റുകൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ബൂസ്റ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് അത്രയ്ക്കധികം ഫ്യൂവൽ എടുക്കേണ്ട ആവശ്യം വരില്ല. അവർക്ക് ഈസി ആയിട്ട് ഓർബിറ്റിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സംഭവം എപ്പോഴും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റ്വേർഡ് ആയിരിക്കും എപ്പോഴും ഈ സംഭവം വിടുക. ഐ മീൻ നമ്മുടെ ലോഞ്ച് വെഹിക്കിൾസ് വിടുക. ബട്ട് ദ തിങ് ഈസ് എപ്പോഴും പോപ്പുലേഷൻ ഇല്ലാത്ത ഏരിയാസ് നോക്കിയിട്ടായിരിക്കും അത് സെലക്ട് ചെയ്യുക. പോപ്പുലേഷൻ ഇല്ലാതെ യൂഷ്വലി കടൽ സീ ടുവേർഡ്സ് സീ ആയിരിക്കും അവരെപ്പോഴും. കാരണം ഇഫ് ഇൻ കേസ് അത് ഫെയിൽ ആവുകയാണെങ്കിൽ ഹ്യൂമൻ ലൈഫിന് ത്രെട്ട് ഇല്ലാത്ത രീതിയിലായിരിക്കും അത് ലോഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈസ്റ്റ് കോസ്റ്റ്? നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവിധ സ്പേസ് സ്റ്റേഷൻസും ഈസ്റ്റ് കോസ്റ്റിലായിരിക്കും. കാരണം എന്ത് തന്നെയാണ്, ഒരു ഈസ്റ്റ്വേർഡ് ആവുന്ന സമയത്ത് ഒരു സ്പീഡ് ബൂസ്റ്റ് കിട്ടുകയും അതുവഴി നമുക്ക് എളുപ്പത്തിൽ എന്താ പറയുക, റോക്കറ്റ് നിക്ഷേപിക്കാനും പറ്റും. നോട്ട് ജസ്റ്റ് ദാറ്റ്, ബട്ട് ഓൾസോ ഇഫ് റോക്കറ്റ് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ പോപ്പുലേറ്റഡ് അല്ലാത്ത സിറ്റീസിൽ അല്ലെങ്കിൽ കടലിലൊക്കെ ആയിരിക്കും യൂഷ്വലി അത് വന്ന് വീഴുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രോക്സിമിറ്റി ടു ദ ഇക്വേറ്റർ ആണ്. ടു ദ ഇക്വേറ്റർ, അതായത് സ്പീഡ് ഓഫ് എർത്ത്സ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇസ് ഹൈയസ്റ്റ് അറ്റ് ദ ഇക്വേറ്റർ. അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് ഇസ് ഓൾമോസ്റ്റ് 0 അറ്റ് ദ പോൾസ്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ആവുന്ന സമയത്ത് ഇക്വേറ്ററിൻ്റെ അവിടെ നിന്നാണെങ്കിൽ ആ ഇനീഷ്യൽ സ്ലിംഗ് ഷോട്ട് വെലോസിറ്റിയിൽ റോക്കറ്റിക്ക് പെട്ടെന്ന് തന്നെ ഹെവി ആയിട്ടുള്ള ലോഡെല്ലാം ക്യാരി ചെയ്യാനും പെട്ടെന്ന് എടുത്തോട്ട്, ഐ മീൻ ആ ഒരു ലെസ് എമൗണ്ട് ഓഫ് ഫ്യൂവലിൽ ആ ഒരു ഇനീഷ്യൽ ത്രസ്റ്റ് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഇക്വേറ്റർ ഭാഗത്തുള്ള സ്ഥലങ്ങളിലാണ് മെയിനായിട്ട്. ഇപ്പം നമ്മുടെ തുമ്പ കേരളത്തിലെ അല്ലേ, അത് ശരിക്കും മാഗ്നറ്റിക് ഇക്വേറ്ററിന് അടുത്താണ്. സോ ദാറ്റ്സ് ദ മെയിൻ തിങ് വൈ ഈ പറയുന്ന ലൊക്കേഷൻസ് ചൂസ് ചെയ്യാൻ. അടുത്തത് സേഫ്റ്റി കോറിഡോറാണ്. സേഫ്റ്റി കോറിഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഓഫ് ദ സൈറ്റ് ഇസ് ഓൺ ദ കോസ്റ്റ്, ദർ മസ്റ്റ് ബി എ വൈഡ് ക്ലിയർ പാത്ത്. എന്തുണ്ടാവണം? കോസ്റ്റൽ ഏരിയ ആണെങ്കിലും ക്ലിയർ പാത്ത് ഉണ്ടായിരിക്കണം. അതായത് വേറെ ഫോറിൻ ആയിട്ടുള്ള ലാൻഡ് മാസസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യാതെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു, ഇപ്പോൾ ഇന്ത്യൻ കണ്ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീഹരിക്കോട്ട ശരിക്കും ഈസ്റ്റ്വേർഡ് ലോഞ്ചസിന് നല്ലതാണ്. പക്ഷേ നമ്മൾ സൗത്ത് വേർഡ് വരുന്ന സമയത്ത്, പോളാർ റീജിയൻസിലേക്ക് താഴോട്ട് വരുന്ന സമയത്ത് അവിടെ ആരുണ്ട്? ശ്രീലങ്കയുണ്ട്. ശ്രീലങ്ക ഉണ്ടാവുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വാട്ട് ഇഫ് അതിൻ്റെ മേലെ വന്ന് എന്തെങ്കിലും ഒരു ഫെയിലിയർ നടന്നാൽ വീണ് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്ത് നമ്മൾ പുതിയതായിട്ടുള്ള പോർട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാത്ത്, നമുക്ക് ശരിക്കും അവിടെ മുട്ടാതെ ഒരു സ്ട്രെയിറ്റ് പാത്ത് സൗത്തിലേക്ക് വരാനായിട്ട് സാധിക്കും വിത്തൗട്ട് ഹിറ്റിംഗ് ദ ശ്രീലങ്ക. സോ മെയിൻ ആയിട്ടുള്ള റീസൺസ് അല്ലെങ്കിൽ ദ ഫാക്ടേഴ്സ് വിച്ച് ഇസ് ഡിറ്റർമൈനിങ് ദ ലൊക്കേഷൻ. ഫസ്റ്റ് തിങ് ഇസ് ലോഞ്ച് ഡിറക്ഷൻ. അതെപ്പോഴും ഈസ്റ്റ് കോസ്റ്റിലേക്ക് ഇങ്ങനെ ഈസ്റ്റിലോട്ടായിരിക്കും. പിന്നെ പറയുന്നത് പോപ്പുലേറ്റഡ് അല്ലാത്ത ഏരിയ. ഇക്വേറ്ററിലാണെങ്കിൽ ആ ഒരു ഇനീഷ്യൽ ത്രസ്റ്റ് കിട്ടും. കാരണം ഈ റൊട്ടേഷൻ കാരണം വരുന്ന മാഗ്നറ്റിക് എഫക്റ്റ് കാരണം വരുന്ന ഒരു സാധനമാണ്. ആൻഡ് ദെൻ ദ സേഫ്റ്റി കോറിഡോർ. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഇസ് ഡിറ്റർമൈനിങ് ദ ലോഞ്ചിങ് ഓഫ് എ സ്പേസ് പോർട്ട്.